ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അത് ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. വചനവിത്തുവാരി വിതറി വിതക്കാരൻ, 100 മേനി തേടി വിതറി വിതക്കാരൻ. വഴിയരികിൽ വിത്തു വീണു, വയൽക്കിളികൾ വന്നു തിന്നു. പാറമേൽ പതിഞ്ഞതുണ്ണാൻ വെയിൽക്കിളികൾ തേടി വന്നു. മുള്ളുകളിൽ വീണതെല്ലാം ഉൾമുറിഞ്ഞുലഞ്ഞു വീണു വിതക്കാരൻ. വചനവിത്തുവാരി വിതറി വിതക്കാരൻ, 100 മേനി തേടി വിതറി വിതക്കാരൻ. നല്ല നല്ല മണ്ണു തേടി വിതക്കാരൻ, 100 മേനി വിളവു തേടി വിതക്കാരൻ. നല്ല നല്ല മണ്ണു തേടി വിതക്കാരൻ, 100 മേനി വിളവു തേടി വിതക്കാരൻ. 60 മതി, 30 മതി. വിത്തിനുള്ളിൽ മുത്തമേകിയ നല്ല മണ്ണ്, ഹൃത്തിനുള്ളിൽ വിത്തുപാകിയ നല്ല മണ്ണ്. 100 മേനി വിളവു നൽകും നല്ല മണ്ണു തേടി തേടി വരമണിഞ്ഞു വരികയായി വിതക്കാരൻ. വിതക്കാരൻ വചനവിത്തുവാരി വിതറി വിതക്കാരൻ, 100 മേനി തേടി വിതറി വിതക്കാരൻ. വെറുതെ പാഴായി പോകുന്ന വിത്തുകൾ. "20 more days for the great day."
യോഗ്യനോ ഞാൻ, അയോഗ്യനോ ഞാൻ, യോഗ്യനോ ഞാൻ, അയോഗ്യനോ ഞാൻ. പ്രിയ ഗുരുവേ തവ പാദുക പൂജ ചെയ്യാൻ പൂർണ്ണനോ ഞാൻ, അപൂർണ്ണനോ ഞാൻ. തിരുബലിയിൽ തവ വരപദമേറ്റെടുക്കാൻ യോഗ്യനോ അയോഗ്യനോ ഞാൻ. ഒരു തിരിയായി ഉലകിൽ എരിയാനൊരാൾ, ഇരുളകലാൻ സ്വയമൊരുകി തീരാനൊരാൾ. ഒരു തിരിയായി ഉലകിൽ എരിയാനൊരാൾ, ഇരുളകലാൻ സ്വയമൊരുകി തീരാനൊരാൾ. അവസാന തുള്ളിയും ആളിത്തീർന്നമരുമ്പോ തിരിയെവിടെ അത് ചൂടിയോരുൾ ചൂടെവിടെ, തിരിയെവിടെ അത് ചൂടിയൊരുൾ ചൂടെവിടെ. യോഗ്യനോ ഞാൻ, അയോഗ്യനോ ഞാൻ. ഇതുവരെ ഈ വഴി താണ്ടിയ തീർത്ഥാടകരെ, പെരുവഴിയിൽ ഗതിമാഞ്ഞൊരു കാൽപ്പാടുകളെ. ഇതുവരെ ഈ വഴി താണ്ടിയ തീർത്ഥാടകരെ, പെരുവഴിയിൽ ഗതിമാഞ്ഞൊരു കാൽപ്പാടുകളെ. കാൽവരികളിലെ ക്രൂശിത ഗണമേ, അരുളു വിളിയുടെ ഉൾപ്പൊരുളുകളരുളു, അരുളു വിളിയുടെ ഉൾപ്പൊരുളുകളരുളു. യോഗ്യനോ ഞാൻ, അയോഗ്യനോ ഞാൻ. പ്രിയ ഗുരുവേ തവ പാദുക പൂജ ചെയ്യാൻ പൂർണ്ണനോ ഞാൻ, അപൂർണ്ണനോ ഞാൻ. തിരുബലിയിൽ തവ വരപദമേറ്റെടുക്കാൻ യോഗ്യനോ അയോഗ്യനോ ഞാൻ. എത്ര പ്രാവശ്യമായി നിന്നെ വിളിക്കുന്നു? ഞാനത് ശ്രദ്ധിച്ചില്ല. എടാ നിനക്കിതെന്നാ പറ്റി? എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ശരി, നീ വെക്ക്, ഞാനങ്ങ് വരാം.
ഓക്കെ. ഞാൻ എന്ത് ഉത്തരം എല്ലാവർക്കും കൊടുക്കുക? എൻ്റെ കയ്യിൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാ കോലമാടാ ഇത്. ഇനി വേറെ 20 ദിവസം കൂടെ അല്ലേ ഉള്ളൂ പട്ടത്തിന്. ഇതെന്നെ ഇപ്പോൾ ഒരു ടെൻഷൻ. എനിക്ക് തന്നെ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല അലക്സ്. മനസ്സ് നിറയെ ചോദ്യങ്ങളാണ്. ദൈവവിശ്വാസത്തിന് ജീർണത ബാധിച്ച നമ്മുടെ അധ്വാനങ്ങളെ വിലമതിക്കാതെ അവഗണിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത് നമുക്കെങ്ങനെയാ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയൊക്കെ വക്താക്കളാകാൻ സാധിക്കുക? എല്ലുമുറിയെ പണിയെടുത്തിട്ടും മിച്ചം വെക്കാൻ ഒന്നുമില്ലാത്തവർ, വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാൻ കഷ്ടപ്പെടുന്നവർ, വിദ്യാഭ്യാസം നേടിയിട്ടും മക്കൾക്ക് ജോലി മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റാതെ പോകുന്നവർ, ജോലിയില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നവർ, മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം അവഗണിച്ച് വീട് വിട്ടിറങ്ങി പോകുന്ന അവസ്ഥ. ഞാൻ സ്വപ്നം കണ്ട പൗരോഹിത്യവും മനുഷ്യൻ്റെ വിഷമതകളും തമ്മിൽ എത്ര ആലോചിച്ചിട്ടും പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റുന്നില്ല. എടാ നീ എന്തൊക്കെയായി പറയുന്നേ? ഇടയിൽ കണ്ട കാലം മുഴുവൻ പഠിച്ചിട്ടും മനുഷ്യൻ്റെ പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ്. ഇക്കഴിഞ്ഞ 10-12 വർഷം ഫിലോസഫിയും തിയോളജിയൊക്കെ അരച്ച് കലക്കി കുടിച്ച നിനക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഈ അസ്തിത്വ ദുഃഖം ഇപ്പം ഇത് എവിടുന്നാ? അതാ എനിക്ക് മനസ്സിലാവാതെ. പട്ടത്തിന് 10-20 ദിവസം കൂടെ ഉള്ളൂ, പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുക. ദേ എനിക്കാണെങ്കിൽ നോ ടെൻഷൻ, നോ വറി. വരുന്നിടത്ത് വെച്ച് കാണട്ടെ നോക്കുക. ഫ്രീ ആയിട്ട് ജീവിക്കുക, പ്രാക്ടിക്കൽ മൈൻഡിൽ. കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ എനിക്കത് പറ്റുന്നില്ലെന്നേ. നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു ഭാരം പോലെ. അതൊക്കെ പോട്ടെ, നമുക്കൊരു ചായ കുടിക്കാം. ആ, ഈ ദിവസങ്ങളിലെല്ലാം യാത്രയായിരുന്നു, മടുത്തു. നാളെ പോണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ ചിന്തിച്ച് ഭ്രാന്ത് പിടിപ്പിക്കണ്ട. ജസ്റ്റ് പ്രാർത്ഥിക്കേ. ബി കൂൾ മാൻ. നമുക്ക് പിന്നെ കാണാം. ഹലോ, അച്ഛൻ എവിടെയാ? ഞാനിവിടെ അടുത്തുണ്ടല്ലോ മോനെ. എന്നാ ഇതിലേ വാ, കുറേ നാളായല്ലോ കണ്ടിട്ട്. ഇല്ലടാ കേട്ടോ, ഞാനേ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടേ പോവുമായിരുന്നു. നീ എവിടെയാ ഇപ്പോൾ ഉള്ളത്? നിന്റെ ഹൗസിലുണ്ടോ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണമായിരുന്നു. സാരമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ഇതാ എത്തിക്കഴിഞ്ഞു. ഓക്കെ. അച്ഛൻ്റെ ക്ലാസ്സൊക്കെ നന്നായിട്ട് നടന്നോ? നന്നായിട്ട് നടന്നു മോനെ. നീ ഒത്തിരി നേരമായി വന്നിട്ട്? ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ആണോ? മഴയായിരുന്നല്ലേ? ഭയങ്കര മഴയായിരുന്നു. അച്ഛൻ ഇറങ്ങി വാ. എന്താ മോനെ, പട്ടമൊക്കെ ആയപ്പോഴേക്കും ടെൻഷനുണ്ടോ? നിനക്കെന്തോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്ന് കേട്ടു. പട്ടത്തിലെ ദിവസങ്ങൾ അടുക്കുതോറും വല്ലാത്തൊരു ആശങ്ക പോലെ. പൗരോഹിത്യം ഇത്രയും ഭാരമുള്ള തീരുമാനമാണെന്ന് ഇപ്പം തോന്നുക. എനിക്കിന്നും ഉണ്ടായിരുന്ന ടെൻഷൻ. എല്ലാ ദിവസവും രാവിലെ കുർബാന കയറുമ്പോൾ ഉണ്ടല്ലോ, കർത്താവേ ഈ കുർബാന തെറ്റുകൂടാതെ പൂർത്തിയാക്കണേ എന്നുള്ള ടെൻഷനാണ്. നിനക്ക് ഈ ജീവിതം കുർബാനയായി കൊടുക്കുന്നതിനുള്ള ടെൻഷനാണ് മോനെ. ഈ ഒരു ടെൻഷനാടാ നമ്മുടെ ബലി എന്ന് പറയുന്നത്. ഇതാണ് ഈ പുരോഹിതൻ്റെ ബലി. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടച്ചാ. പക്ഷേ ഒരു ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കേണ്ട തീരുമാനം. ഇന്നത്തെ വെല്ലുവിളി വിളിച്ചു നോക്കുമ്പോൾ എൻ്റെ ഒരുക്കങ്ങളൊക്കെ അതിന് പര്യാപ്തമാണോ എന്ന് ഞാൻ ഭയപ്പെടുക. മോനെ, ഒരുക്കം പൂർത്തിയായിട്ട് നമുക്ക് ഈ വിളി ഏറ്റെടുക്കാൻ പറ്റില്ല. ഓരോ ദിവസവുമാണ് ഒരുക്കം. ഇതിപ്പം നീ ഓർഡിനേഷന് വേണ്ടി ഒരുങ്ങുകയാണ്, പട്ടത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചൊരുങ്ങണം. തമ്പുരാൻ കൂടെ ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പല്ലിത്.
നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, ഈശോയുടെ കൂടെ ജീവിക്കുന്നു. വേറെ ഏത് ജീവിതത്തിലാണ് ഇത്രയും ഈശോയോട് കൂട്ടുകൂടി നടക്കുവാനുള്ള ഒരു അവസരം കിട്ടുന്നത്? അതിനകത്ത് എന്തിനാ ഇത്ര അരിശിതാവസ്ഥ? ഇതൊന്നും പേടിക്കണ്ട, അതൊക്കെ തമ്പുരാൻ നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു അച്ഛാ. എടാ, സത്യത്തിൽ ഇത് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു വിളിയാണ്. കാരണം പൗരോഹിത്യമാണ് മനുഷ്യജീവിതത്തിലെ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു വിളി. അതിൽ ഒരാശങ്കയും വേണ്ട. നിൻ്റെ മനസ്സിൽ പൗരോഹിത്യത്തിലേക്കുള്ള ഒരു ക്ഷണമുണ്ട്. അതുകൊണ്ടാണ് ഈ ടെൻഷൻ. അത് മാനുഷികമായ നിൻ്റെ ദൗർബല്യങ്ങളും കൂടെ കൂട്ടിയിടിക്കുക. അത് തമ്പുരാൻ നോക്കിക്കോളും. നിൻ്റെ ദൗർബല്യങ്ങളും കൊണ്ടാണ് പോരാൻ പറഞ്ഞത്. അതാണ് കുരിശ്. അതല്ലേ മത്തായിയുടെ സുവിശേഷം 16:24 പറയുന്നത്. നിൻ്റെ കുരിശും ചുമന്നുകൊണ്ട് പോരാനാണ് പറഞ്ഞത്. ഈ ഒരു ടെൻഷനുണ്ടല്ലോ, അത് നിനക്ക് തീരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു ടെൻഷനുമില്ലാതെ പൗരോഹിത്യത്തിലേക്ക് വരുന്നവരാണ് പലപ്പോഴും ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഇടറി വീഴുന്നത്. ഈ ഒരു ടെൻഷൻ ഉണ്ടായാലുണ്ടല്ലോ മോനെ, എല്ലാ അൾത്താരയിലും നിനക്ക് ഏറ്റവും വിശുദ്ധമായ കുർബാന ചെല്ലാൻ പറ്റും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോരെ. അച്ഛൻ്റെ വാക്കുകളൊക്കെ എനിക്ക് ഇപ്പോൾ കുറച്ച് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഈ ആശങ്കകളൊന്നും ഒരു തടസ്സമല്ല എന്ന് എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയുന്നുണ്ട്. എനിക്കും ഇതിനേക്കാളും ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതെന്നറിയോ, 50 വർഷം കഴിഞ്ഞിട്ട് മരിക്കുന്നത് വരെ ഉറപ്പ് കിട്ടിയിട്ട് വേണം നമുക്ക് ഈ പട്ടം സ്വീകരിക്കാനെന്നാണ്. വേണ്ട, നമുക്ക് ഈ പട്ടത്തിൻ്റെ എന്ന അൾത്താരയിലേക്ക് ചുവടിടറാതെ കയറാനൊരു ഉറപ്പ് കിട്ടിയാൽ മതി. ബാക്കി തമ്പുരാൻ്റെ കൂടെയുള്ള നടപ്പല്ലേ. നീ ധൈര്യമായിട്ട് പോവും. താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ വാക്കുകൾ എനിക്ക് ശക്തി പകരുന്നുണ്ട്. തമ്പുരാൻ അനുഗ്രഹിക്കൂടാ കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓക്കെ. അല്ലിയാമ്പൽ വെള്ളം ഇത്തിരി കൂടിയിട്ടുണ്ട്. കടവിലെന്നരക്കും അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവെള്ളം നമ്മുടെ ഈ ചൂണ്ട ഞങ്ങളൊന്ന് എടുത്തോട്ടെ. എടുത്തോ. ഇതെടുക്കുവാണേ. അതിനിപ്പോ എന്താ, നമുക്ക് അപ്പുറത്തോട്ട് പോയാലോ? അങ്ങോട്ട് പോവാം. ഒരു ചെറിയ പരൽ പോലുമില്ല. എല്ലാം ഓടി ഒളിച്ചെന്നാ തോന്നുന്നേ. മീനൊന്നും ഇല്ല ബ്രദറെ, തെളിഞ്ഞ വെള്ളമാണ്. പുഴയിലാണെ മീനൊട്ടും ഇല്ല. ഇതൊക്കെ തന്നെ ഞാനും പറയുന്നത്. പുരോഹിതനിൽ നിന്നും ദൈവത്തിൽ നിന്നൊക്കെ ഓടി ഒളിക്കുന്ന വിശ്വാസികൾ. ആവശ്യ നേരത്ത് മാത്രം എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും ആവശ്യ നേരത്ത് അണിയാനുള്ള ആഭരണം മാത്രമാണ് ദൈവം. ബ്രദറെ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ ആനുകാലിക സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം വിശ്വാസം ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ്? എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും അറിയാം പ്രശ്നങ്ങളുണ്ടെന്ന്. പക്ഷേ അതിനെങ്ങനെ അഭിമുഖീകരിക്കുന്ന കാര്യമാണ് പ്രശ്നം. ഇതാ കഥ. എന്ത് പറഞ്ഞാലും അപ്പോൾ അത് പള്ളി അച്ഛനായിട്ട് കണക്ട് ചെയ്തോളും. ഡു നോട്ട് അസോസിയേറ്റ് എവറിത്തിങ് വിത്ത് യുവർ പ്രോബ്ലംസ് പ്ലീസ്. ജീവിതത്തോട് ചേർത്ത് വായിക്കാതെ എങ്ങനെയാണ് പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കുക? പൊള്ളുന്നവനെ ചൂടറിയൂ. അതുകൊണ്ടാണ് അയാളത് പറയുന്നത്. താൻ പറഞ്ഞത് ശരിയാ, പൊള്ളുന്നവനെ ചൂടറിയുള്ളൂ. ബട്ട് ഡോണ്ട് ബേൺ യുവർ ഹൗസ് ടു സ്മോക്ക് ഔട്ട് എ റാറ്റ്. സോ ദെൻ വാട്ട് ഷാൽ ഐ ഡു? ഡു വൺ തിങ്, ഗോ ടു ദി ആന്ത്രപ്പോളജി. വാട്ട്സ് ഫോർ? എന്തിന്? മനുഷ്യ ദുഃഖങ്ങളിൽ തുടങ്ങുന്ന തൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാതിരിക്കില്ല. എനിക്ക് ഉറപ്പാടോ തനിക്കൊരു സ്പാർക്ക് കിട്ടും. ദാറ്റ്സ് ഗുഡ് ഐഡിയ. ഒന്ന് പോയി നോക്കാം അല്ലേ? ബട്ട് ഐ വിൽ കം അഗൈൻ ടു ട്രബിൾ യു. ഐ വിൽ വെയിറ്റ് ഫോർ യു മൈ ഡിയർ. ഷുവർ. അല്ല, താൻ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, ഇപ്പം വന്നേ ഉള്ളൂ. എന്താടോ വല്ലാത്തൊരു ടെൻഷൻ? എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. വാടോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഡീക്കൻ റോയ്, പൗരോഹിത്യമൊന്നും വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയാണ്. അന്നന്നത്തെ അപ്പത്തിനു വേണ്ടിയുള്ള ഓരോ മനുഷ്യൻ്റെയും കരച്ചിലുകൾ മുതൽ നിത്യതയെക്കുറിച്ചിട്ടുള്ള അവൻ്റെ അജ്ഞതകൾ വരെ പൗരോഹിത്യത്തിനൊന്നും വെല്ലുവിളികൾ തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാനാവും?
നമ്മൾ സാധാരണ നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് കരുതുന്നവർ പോലും മനസ്സുകൊണ്ട് നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. കാലം മുന്നോട്ട് പോകുമ്പം ദൈവജനം പള്ളിയിൽ നിന്ന് അകന്നു പോകുക. ഡീക്കൻ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. ഇവിടെയാണ് പൗരോഹിത്യത്തിൻ്റെ പ്രസക്തി. വിതച്ചതൊന്നും പാഴായി പോയിട്ടില്ല ഡീക്ക. വിത്തുകളിൽ കുറേയൊക്കെ വഴിയരികിൽ വീണു. അത് പക്ഷികളൊക്കെ തിന്നു കളഞ്ഞില്ലേ? ചിലത് പാറപ്പുറത്തൊക്കെ വീണു. അവയൊക്കെ മുളച്ചു, പക്ഷെ കരിഞ്ഞു പോയില്ലേ? ചിലതൊക്കെ നല്ല നിലത്ത് വീണില്ലേ? അവയ്ക്കും വെള്ളവും വെളിച്ചവും വളവും ശ്രദ്ധയും ഒക്കെ വേണ്ടേ? ദൈവത്തിൻ്റെ വയലിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടെത്തേണ്ടത് ഓരോ പുരോഹിതനും തന്നെയാണ്. മനുഷ്യനെന്ന് തീരെ ആവശ്യമില്ലാത്ത ആത്മീയതയാണ്. നമ്മൾ എന്തു ചെയ്യും? ഇവിടെ നമ്മുടെ റോൾ എന്താണ്? ഡീക്കൻ റോയ്, എല്ലാ കാലത്തും പുരോഹിതർക്ക് ഈ ക്രൈസിസ് ഉണ്ടായിരുന്നു. ചിലർക്കത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ പുരോഹിതർ അവരുടെ സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. എത്രയെത്ര പള്ളികൾ, എത്രയെത്ര പാലങ്ങൾ, സ്കൂളുകൾ, റോഡുകൾ, ആശുപത്രികൾ. പക്ഷേ കുറേ പേർക്ക് ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അത് തിരിച്ചറിയേണ്ടത് നമ്മൾ അച്ഛന്മാർ തന്നെയാണ്. വരൂ, ഞാൻ കാണിച്ചു തരാം. ഈ കാലഘട്ടത്തിലും മനുഷ്യർക്ക് ദൈവത്തെ വിളമ്പിക്കൊടുത്ത മഹാജീവിതങ്ങളെ. അവരൊക്കെയാണ് നമ്മുടെ മുൻപിലെ വഴിവിളക്കുകൾ. വേദപാഠശാലയിലെ ഗുരുമൊഴികളെ, മർത്യദൈവദർശനത്തിൻ തത്വശാസ്ത്രങ്ങളെ, അർത്ഥമിന്നുമറിയാത്ത ആഴമൊന്നുമളക്കാത്ത ജീവിതമെന്തെന്നരുളിയ സിദ്ധാന്തങ്ങളെ, അഗസ്റ്റിനെവിടെ, അക്വീനാസ് എവിടെ? നിയോപ്ലേറ്റോണിസവും സുമാത്തിയോളജിക്കയും എപ്പിസ്റ്റമോളജിയും മെറ്റാഫിസിക്സും ആന്ത്രോപോളജിയുമിന്നെവിടെ? ബൊനവെഞ്ചർ ചൊല്ലിയതും അത്തനേഷ്യസ് എഴുതിയതും അസ്തിത്വദുഃഖമുള്ള കീർക്കഗാഡിൻ ചിന്തകളും, അംബ്രോസും ആൽബർട്ടും ബെർണാഡും ധ്യാനിച്ച ക്രിസ്തുവിൻ്റെ വരവും വരദാന ജന്മവും, റാനറും കാൾബാത്തും കണ്ട ദൈവശാസ്ത്രവും, അൾത്താരയിലെന്നെ ബലി കൊടുക്കുമോ? അൾത്താരയിലെന്നെ ബലി കൊടുക്കുമോ? അച്ഛൻ വർക്കിയച്ഛനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സെമിനാരി പഠനകാലത്ത്. പഠനത്തിന് ശേഷം ഒരിക്കൽ മാത്രമേ ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളൂ.
അന്ന് വളരെയധികം അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു. ഇന്ന് ഈ പുസ്തകങ്ങളൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത്. ഈ പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? അതിനെന്താ ഡിക്കൻ റോയ്? ശിഷ്യവത്സല, ലക്ഷ്യമറിയുക. ജീവിതം വെറുതെ ചോദ്യങ്ങളല്ല, ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയാണു ജീവിതം. ഉത്തരങ്ങൾ നേടിയുള്ള സ്തോത്രമാണു ജീവിതം. ചോദ്യമാദ്യമല്ല, നമ്മൾ ആദ്യയാത്രക്കാരുമല്ല. അനേകായിരം വിളക്കുകൾ തെളിഞ്ഞീ വഴികളിൽ. പോവുക നീയും വിളക്കായി, നീങ്ങിടട്ടെ ഇരുളുകൾ. വിശ്വദീപമായ യേശു നിന്നിലാകെ തീ പടർത്തും. നീ വരും കാലങ്ങളിൽ കേടാവിളക്കായി വാണിടും. ശിഷ്യവത്സല, ലക്ഷ്യമറിയുക. ശിഷ്യവത്സല, ലക്ഷ്യമറിയുക. സ്തുതിയായിരിക്കട്ടെ. വർക്കിയച്ചൻ വിതക്കാരൻ, ഇതാണ് അച്ഛൻ്റെ മുറി. പുരോഹിതൻ വർക്കിയച്ചൻ. തിരുവചന തീമഴയായി വർക്കിയച്ചൻ. ഗുരുവദന തേജസ്സുള്ള വർക്കിയച്ചൻ. വർക്കിയച്ചൻ വഴി തെളിച്ച വയലുകൾ തേടി സമർപ്പിതരായി MSM ആയി പ്രേഷിതരായി. നൂറുമേനി വിളവണിഞ്ഞ് കുളത്തുവയലുകളിൽ വചനധ്യാന സേനയായി വിമല തനയ. ഭവനമെല്ലാം വചനമേകാൻ വിമല തനയ. വചനദാന വരനിരയായി വിമല മക്കൾ. എല്ലാ കാലഘട്ടങ്ങളിലും പൗരോഹിത്യം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ്. ആ സത്യത്തെ മനസ്സിലാക്കുകയും അതിനോട് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പുരോഹിതൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം. അതിന് നമുക്ക് ലഭ്യമായതിലെ സമകാലിക സമൂഹത്തിലെ ഏറ്റവും
ശക്തനായ ഒരു ഉദാഹരണം പ്രിയപ്പെട്ട CJ വർഗീസ്. വർഗീസിൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, സുരക്ഷിതത്വങ്ങളുടെ ലോകം വെടിഞ്ഞ് ദൈവരാജ്യത്തെ പ്രതി അരക്ഷിതാവസ്ഥകളെ വഹിക്കുവാനുള്ള തുറവിയും സന്മനസ്സുമാണ് അച്ഛൻ്റെ പൗരോഹിത്യത്തെ വ്യത്യസ്തമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, കോഴിക്കോട് രൂപത അമ്മയുടെ നിലവിലുള്ള വളരെ വ്യവസ്ഥാപിതമായ ഒരു ലത്തീൻ രൂപതയാണ്. അതേസമയം തലശ്ശേരി അതിരൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവിടെ പള്ളിയില്ല, പള്ളിക്കൂടങ്ങളില്ല, വൈദികരില്ല, കന്യാസ്ത്രീമാരില്ല, യാതൊന്നുമില്ലാത്ത ശൂന്യതയായിരുന്നു. അപ്പോഴാ കോഴിക്കോട് രൂപത എന്ന ആ ഒരു സുരക്ഷിതത്വത്തിൻ്റെ താവളം വിട്ട് ഈ ഇല്ലായ്മകളുടെ നാട്ടിലേക്ക് പോരാൻ അദ്ദേഹം എടുത്തിയ ആ ഒരു തീരുമാനം മതി പൗരോഹിത്യത്തിൻ്റെ ശരിയായ ദിശാബോധം വ്യക്തമാണ്. ഞാൻ ഡീക്കൻ റോയ്. വെൽക്കം. താങ്ക് യു. 1996 ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CJ വർഗീസിനും ടീമും ഡൽഹിയിൽ വന്ന് ഒരു വളർച്ചാ ധ്യാനം, ഒരു കൺവെൻഷൻ നടത്തി. പിന്നെ തുടർന്ന് 1997-ലും 98-ലും 3 വർഷം അവർ തുടർച്ചയായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒത്തിരി വ്യക്തിപരമായിട്ടും വളരാനായിട്ടും ഉള്ള ഒരവസരമായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട CJ വർഗീസൻ ഒത്തിരി നന്നായിട്ട് എനിക്കൊരു വിഷനും ശരിക്കും ഒരു ബലം ഒക്കെ നൽകി. അതായത് മോശ യോശുവയോട് പറയുന്നത് പോലെ ധീരനും ശക്തനുമായിരിക്കുക. കാരണം ഞാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ശക്തിപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട CJ വർഗീസനാണ്. അച്ഛന് പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളത്, അത് അൽമായരെ വളർത്തുക എന്നുള്ളത് ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അച്ഛൻ്റെ ഉള്ളത്, ഒരു നേച്ചർ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഞാനന്ന് അച്ഛനെ കണ്ടുമുട്ടുമ്പോൾ 1996-ലാണ്. ഒരു 13 വർഷം നീണ്ടു നിന്ന ഒരു ആത്മീയ പിതാവിൻ്റെയും ഒരു ആത്മീയ പുത്രൻ്റെയും ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായി. എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവുമുണ്ട് അച്ഛൻ എൻ്റെ ഒരു ആത്മീയ മകനായിട്ട് വളരാനായിട്ട്. അതുവഴി എനിക്ക് ഒത്തിരി ആത്മീയ തലത്തിൽ ഉയരാനായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. (1981-82) ആ അവധിക്കാലത്ത് ഞാൻ എൻ്റെ ഇടവക വെറ്റിലപ്പാറയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ധ്യാനം നടക്കുകയാണ്. അവിടെ ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ അച്ഛൻ നേതൃത്വം നൽകുന്നു. MSMI സിസ്റ്റേഴ്സ് ഉണ്ട്. അവിടെ വെച്ച് ഞാൻ അച്ഛനെ അടുത്ത് കാണുന്നത്. പിന്നീട് അച്ഛന് ആയിട്ടുള്ള അന്ന് അടുത്ത് പരിചയപ്പെട്ടത് പിന്നീട് എൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷം പോലും ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ ഞാൻ ഓർക്കുന്നത്. ധന്യമായൊരു ജീവിതത്തിൻ്റെ നിഴലിൽ സഞ്ചരിക്കാൻ സാധിച്ചല്ലോ എന്ന്. അച്ഛൻ്റെ ആത്മീയ ജീവിതം എന്നും എനിക്ക് ഒരു അത്ഭുതവും എനിക്ക് ഒരു ആദരവോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അച്ഛൻ പൗരോഹിത്യത്തെ ആഴത്തിൽ സ്നേഹിച്ചു. എനിക്ക് നൽകിയ ഈ പൗരോഹിത്യം ദൈവത്തിൻ്റേതാണ്. ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഓരോ പുരോഹിതനിലും ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ അച്ഛന് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. വർഗീച്ചനെ ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് 1981-ലാണ്. ഏകദേശം 30 വർഷത്തോളം അച്ഛനുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനായിട്ടുള്ളൊരു വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു നീണ്ട അലച്ചിലിൻ്റെ ഒടുവിലാണ് ഞാൻ വർഗീച്ചനെ കണ്ടുമുട്ടുന്നത്. അച്ഛനിലൂടെ യേശുവിനെ ഞാൻ കൂടുതൽ അടുത്തറിഞ്ഞു. യേശുവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരമായി. വർഗീച്ചനാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ജീവിതം എന്ന് അച്ഛൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്.
യഥാർത്ഥത്തിൽ ഈ ക്രിസ്തീയ ജീവിതം എത്ര മഹത്തരമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അച്ഛനിലൂടെയാണ്. അതുവരെയൊക്കെ ഇൻ്റലക്ച്വലായിട്ടൊക്കെ കുറേ പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ആ മഹത്വം എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അച്ഛൻ്റെ ജീവിതത്തെ ഒറ്റ വാക്കി പറഞ്ഞാൽ, ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ, ദൈവത്തെ നോക്കി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഒരു മൂലധനവും ഇല്ലാതെ ഈ ഷാലോം ടി വി പോലെ ശുശ്രൂഷ ആരംഭിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത്. ഷാലോം ആരംഭിച്ച സമയത്ത് കരിസ്മാറ്റിക് നവീകരണ മേഖലയിലും സഭയിലൊക്കെ ഒത്തിരി ആശങ്കയുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനായ അൽമായൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്രമായിട്ട് ഇങ്ങനൊരു ശുശ്രൂഷ പോയാൽ ഇതിൻ്റെ റിസ്ക് ആരേറ്റെടുക്കും? ഒരുപാട് മേഖലയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായി. അപ്പോഴെല്ലാം വർക്കിച്ചൻ ധൈര്യമായിട്ട് പറഞ്ഞു, ഷാലോമിൻ്റെ റിസ്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ആ വാക്കിൽ എതിർക്കുന്നവരെല്ലാം മാറുകയാണ് ചെയ്തത്. അപ്പം അച്ഛൻ എൻ്റെയും ഷാലോമിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം സഭയിൽ ഏറ്റെടുത്തതുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വാതിലുകൾ സഭയിൽ തുറന്നു കിട്ടിയത്. വർക്കിച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ കോഴിക്കോട് രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം വർക്കിച്ചൻ ഈ രൂപതയുടെ പുത്രനായിരുന്നു. ഈ രൂപതയ്ക്ക് വേണ്ടി സെമിനാരിയിൽ പഠിച്ച് മംഗലാപുരത്തും ആലുവായിലും പഠിച്ച് വൈദികരായി തീർന്ന് ഒരു മിഷനറിയായി അദ്ദേഹം ഈ രൂപതയിൽ പ്രവർത്തിക്കുകയായിരുന്നു. 1953 തലശ്ശേരി രൂപത ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടി അന്നത്തെ മെത്രാനായിരുന്ന പത്രോണി പിതാവിനോട് ചോദിച്ച് അനുവാദം വാങ്ങി അദ്ദേഹം അങ്ങോട്ട് പോകാനുണ്ടായത്. അദ്ദേഹം ജനനം കൊണ്ട് പാലക്കാരനാണ്, ദൈവവിളി കൊണ്ട് അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്, കർമ്മം കൊണ്ട് കുളത്തുവേലുകാരനുമാണ്. തലശ്ശേരി, കോഴിക്കോട്, താമരശ്ശേരി ഈ 3 രൂപതകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ടൊരു മിഷണറി ആയിരുന്നു. വിശുദ്ധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണിച്ചു തന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഈ വർക്കിച്ചനെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അച്ഛൻ ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹം എല്ലാവരും ഈശോയെ സ്നേഹിക്കണമെന്നാണ്. സ്ത്രീകളിങ്ങനെ പിന്നാക്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് എത്രമാത്രം ഈശോയെക്കുറിച്ച് അറിയാൻ പറ്റുമെന്നും എത്രമാത്രം അവർ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയുള്ളൊരു ആശങ്ക അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഭവന സന്ദർശനത്തിലൊക്കെ പോകുമ്പോൾ വീടുകളിൽ സ്ത്രീകൾ ഒരുപാട് അവഗണിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ ആയിട്ട് അച്ഛന് മനസ്സിലായി. പക്ഷേ ഒരു പുരോഹിതൻ എന്ന രീതിയിൽ കണ്ട് അവരെ ആശ്വസിപ്പിക്കാനൊക്കെയുള്ളൊരു പരിമിതി ഉണ്ടല്ലോ. പക്ഷേ അച്ഛൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ ഒന്ന് സമുദ്രിക്കാൻ, അവരെ മുൻപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സന്യാസ സമൂഹം തന്നെ രൂപം കൊടുത്തു എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു ചുവടുവയ്പ്പാണ്. മലയോരങ്ങളിലൊക്കെയുള്ള കുടുംബങ്ങളിൽ പെൺകുട്ടികൾക്കൊന്ന് ഒത്തിരി വിദൂരങ്ങളിലായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ, സ്കൂളുകളൊക്കെ അവരുടെ വീടിനടുത്തുണ്ടായിരുന്നില്ല. പിന്നെ കുടുംബത്തിലെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കുടുംബനാഥന്മാരുടെ ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങളുമൊക്കെ അങ്ങനെ വന്നപ്പോൾ അച്ഛൻ വീണ്ടും അതിന് തീരുമാനമെടുക്കുകയാണ്. കോൺവെൻറ്റുകളോട് അനുബന്ധിച്ച് ബോർഡിങ്ങുകൾ പെൺകുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുക എന്നുള്ളത്. അങ്ങനെ ആ കാലഘട്ടത്തില്ലാത്തൊരു സംഭവം അച്ഛൻ അന്ന് തുടങ്ങുകയായിരുന്നു. പെൺകുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സംവിധാനത്തിന് പെൺവിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അച്ഛൻ്റെ ബാലഭവനുകളിൽ, അച്ഛൻ്റെ ബോർഡിങ്ങുകളിൽ വളർന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല നിലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, സമൂഹത്തിന് അനുഗ്രഹമായിട്ട് മാറിയവരുണ്ട്. വർക്കിച്ചൻ ഒരു അസാധാരണ മനുഷ്യനായിരുന്നു. അച്ഛൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമില്ല. 89-ാം വയസ്സിൽ അദ്ദേഹത്തിന് അവസാന മണിക്കൂറുകൾ അടുത്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ അച്ഛൻ ആശുപത്രിയിലാണ്. സിസ്റ്റേഴ്സ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നു അച്ഛൻ്റെ സ്ഥിതി എന്താണെന്ന്. അപ്പോൾ മിക്കവാറും കിട്ടിയ റിപ്പോർട്ട് വഷളാണ്, ഗുരുതരമായ അവസ്ഥയാണ്, അപകടമുള്ളൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ മരിക്കുന്ന ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ്റെ സ്ഥിതി ഗുരുതരമാണ്, പിതാവ് നാളെ വന്നാൽ സൗകര്യപൂർവ്വം കാണാം, ഇന്ന് വരാൻ പറ്റിയ നാളെ വന്നാലും മതി
എന്ന് പറഞ്ഞൊരു സന്ദേശം കിട്ടി. പക്ഷെ ഞാൻ സ്വല്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ശക്തമായൊരു പ്രചോദനം. പരിശുദ്ധാത്മാ പറയുന്നത് പോലെ റിസ്ക് എടുക്കരുത്, ഇപ്പോൾ തന്നെ പോകണം. അപ്പോൾ ഞാനൊരു ഡ്രൈവറെ വിളിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഉടനെ പുറപ്പെട്ടു. ഞങ്ങൾ 3-4 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തി. വന്നപ്പോൾ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ചെല്ലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിൽ പിതാവ് അടുത്തിരിപ്പുണ്ട്, സുഹൃത്തുക്കളും അടുത്തിരിപ്പുണ്ട്. ഞാനും കൂടി അച്ഛന് വേണ്ടി അവസാനത്തെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അങ്ങനെ അച്ഛനെ അവിടുന്ന് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു വിശുദ്ധൻ്റെ മരണത്തിൽ അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന അവസരത്തിൽ സന്നിഹിതനാകുക, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ വളരെ അസുലഭമായൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത്. അങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടി വർഗച്ചൻ്റെ മരണത്തിന് കൂട്ടു നൽകാൻ. MSME സമൂഹത്തെക്കുറിച്ചും സ്ഥാപകനെക്കുറിച്ചും സംസാരിക്കുന്ന എനിക്കൊത്തിരി സന്തോഷവും അഭിമാനവുമാണ്. ഞാൻ ആദ്യ ബാച്ചിൽപ്പെട്ട അംഗമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്. തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ കുടിയേറ്റ മേഖലയായ കുളത്തുവയിൽ ഇടവകയിൽ 1951 മുതൽ വർഗത്തിന് വികാരിയായിരുന്നു. കുടിയേറ്റ ജനതയുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നമനത്തിനും നാടിൻ്റെ നന്മയ്ക്കും വികസനത്തിനുമായി ജീവിതം സമർപ്പിച്ച ഒരു ആത്മീയ പിതാവായിരുന്നു വർഗീച്ച്. അക്കാലത്ത് അച്ഛന് ലഭിച്ച ഒരു ദൈവിക പ്രചോദനമായിരുന്നു കുടുംബ പ്രേക്ഷിതത്വം പ്രധാന കർമ്മരംഗമാക്കിക്കൊണ്ട് ഒരു പുതിയ സന്യാസ സമൂഹം ആരംഭിക്കണമെന്ന്. അച്ഛൻ ലഭിച്ച ഈ ചിന്ത അഭിമന്യ വള്ളപ്പള്ളി പിതാവുമായി അച്ഛൻ പങ്കുവെച്ചു. പിതാവിന് പുതിയ ആശയം സന്തോഷപ്രദമായിരുന്നു. അപ്പോൾ വർഗീച്ചൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പിതാവ് പുതിയ സമൂഹം ആരംഭിക്കുന്നതിനുള്ള അനുവാദത്തിന് വേണ്ടി റോമിലേക്ക് അപേക്ഷ സമർപ്പിച്ചു. റോമിൽ നിന്നും അനുവാദം ലഭിക്കുകയും 1962 സെപ്റ്റംബർ 8 കുളത്തുവയൽ ആസ്ഥാനമാക്കി വിമലമേരി സഹോദരിയുടെ സമൂഹം അഭിമന്യ വള്ളപ്പള്ളി പിതാവ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ആദ്യ ബാച്ചിൽ 21 അർച്ചനകൾ ചേർന്നു. പ്രത്യേകിച്ച് മൂലധനമൊന്നുമില്ലാതെ ദൈവപരിപാലനെ മാത്രം ആശ്രയിച്ച് ആരംഭിച്ച ഈ സമൂഹത്തിൽ അംഗസംഖ്യ വർദ്ധിച്ചതോടൊപ്പം ദാരിദ്ര്യവും പട്ടിണിയും കഠിനാധ്വാനവും വർദ്ധിച്ചു വന്നു. അപ്പോഴും അച്ഛൻ്റെ വലിയ പ്രചോദനവും താല്പര്യവും അംഗങ്ങളെ പിടിച്ചു നിർത്തി. പട്ടിണിയുടെ പേരിൽ ഒരു ദൈവവിളി പോലും നഷ്ടപ്പെട്ടില്ല എന്നത് നന്ദിപൂർവ്വം ഓർക്കുന്നു. ദൈവം നൽകിയ ഈ കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ ദൈവം പ്രത്യേകമായ രീതിയിൽ പരിപാലിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. പലരിലൂടെയും ദൈവത്തിൻ്റെ പരിപാലന അനുഭവിച്ചറിഞ്ഞ നാളുകളായിരുന്നു ആദ്യ കാലഘട്ടം. എങ്കിലും ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ദൈവം ഇടപെട്ട ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലിപ്പോൾ തെളിഞ്ഞു വരികയാണ്. എല്ലാത്തിനും ദൈവത്തിന് നന്ദിയും മഹത്വം. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ സംസാരിക്കുകയാണ്. ഇന്ന് സഭ 60 വർഷം പൂർത്തിയാക്കുമ്പോഴും അച്ഛൻ ആരംഭിച്ച ആ ചൈതന്യത്തിൽ തന്നെ പ്രവർത്തിക്കുവാൻ സഹോദരന്മാർക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അന്ന് അച്ഛനിലും ആദ്യ സഭാംഗങ്ങളിലും എപ്രകാരം സംഭവിച്ചുവോ അതുപോലെ ഇന്നും സഭാംഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇന്ന് 800-ലധികം സഹോദരിമാർ വ്യത്യസ്തങ്ങളായ മേഖലകളിലും വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ 3 രൂപതകളിലും തലശ്ശേരി, താമരശ്ശേരി, മാനന്തവാടി എന്നീ രൂപതകളിലും മഹാരാഷ്ട്രയിലെ ചാന്ത കേന്ദ്രമാക്കിയുള്ള വർധായിലും 4 പ്രൊവിൻഷ്യലേറ്റുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടെ പ്രവർത്തിച്ചാലും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിനാണ് സിസ്റ്റേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് സ്ഥാപക പിതാവിൻ്റെ ഒരു ചൈതന്യമാണ്. പ്രകാരമാണ് സഭാംഗങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങൾ അധിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാൻ പോകരുത്. കാരണം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ
നമ്മുടെ ശ്രദ്ധ അതിലേക്കായി പോകും. നിങ്ങൾക്ക് വേണ്ട സ്ഥാപനങ്ങൾ ഓരോ ഇടവകയിലും ദൈവം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ കുടുംബങ്ങളാണ് നിങ്ങളുടെ സ്ഥാപനങ്ങൾ എന്ന് വെച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളതിനെ മനസ്സിൽ സ്വീകരിക്കുവാൻ, അതേ രീതിയിൽ പ്രവർത്തിക്കുവാൻ സഹോദരിമാർക്ക് സാധിക്കുന്നുണ്ട്. കുടുംബ പ്രേക്ഷിതത്വവും വചനപ്രഘോഷണവുമാണ് പ്രധാന കാര്യസമായിട്ട് ഇന്ന് തുടരുന്നത്. കൂടാതെ പല ആശുപത്രികളിൽ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന സഹോദരിമാരുണ്ട്. എപ്രകാരം പ്രവർത്തിച്ചാലും കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണം. വിദ്യാഭ്യാസ മേഖലയാകട്ടെ, ആതുര ശുശ്രൂഷ മേഖലയാകട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളാകട്ടെ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ളൊരു പരിശീലനമാണ് അച്ഛൻ തന്നിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഈ 60ാമത്തെ വർഷത്തിലായിരിക്കുമ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളെ ആകപ്പാടെ നോക്കുകയാണെങ്കിൽ അഭിമാനമാണ്, സഭയ്ക്ക് എന്നും സന്തോഷമാണ്. കാരണം വർഗീയച്ചൻ സ്ഥാപക പിതാവ് നയിക്കാനില്ലാത്തപ്പോൾ ഈ സഭയെക്കുറിച്ച് പലരും ചിന്തിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു, എപ്രകാരം ഇത് മുന്നോട്ട് പോകും എന്ന്. പക്ഷെ അതിനൊരു ഭംഗം വരാതെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിരന്തരം ശ്രദ്ധയുണ്ട്, ജാഗ്രതയോടെ പോകുന്നു. ഇതാണ് ഞങ്ങളുടെ സന്തോഷം. പ്രവർത്തിക്കാനുള്ള ഊർജവും ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനെ തിരിച്ചറിയാൻ സഹോദരിമാർക്ക് സാധിക്കുന്നുണ്ട്. അതിനെ 100% വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കാനും പരിശ്രമിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. വേദനിക്കും ഹൃത്തുകളിൽ വചന സാന്ത്വനം, വീണടിയും സ്വപ്നങ്ങളിൽ സ്നേഹമന്ത്രണം, ചിതറിടുന്ന ബന്ധങ്ങളിൽ ദിവ്യലേപനം, വിതറിടും സമൂഹമാണിന്നെമ്മസമ്മൈ. വേദനിക്കും ഹൃത്തുകളിൽ വചന സാന്ത്വനം, വീണടിയും സ്വപ്നങ്ങളിൽ സ്നേഹമന്ത്രണം, ചിതറിടുന്ന ബന്ധങ്ങളിൽ ദിവ്യലേപനം, വിതറിടും സമൂഹമാണിന്നെമ്മസമ്മൈ. ഇസ്രേലിൻ രാജാവേ, നസ്രായനീശോയേ, ഇതാ ഞാൻ ഒരുങ്ങി നിൽപ്പൂ. ഇസ്രേലിൻ രാജാവേ, നസ്രായനീശോ, ഇതാ ഞാൻ ഒരുങ്ങി നിൽപ്പൂ. അഭിഷേക നിറവിൽ തിരുവൾത്താരയിൽ നിന്റെ പെസഹായിൽ അലിയുവാൻ കൊതിച്ചു നിൽപ്പൂ. ഇസ്രേലിൻ രാജാവേ, നസ്രായനീശോ, ഇതാ ഞാൻ ഒരുങ്ങി നിൽപ്പൂ. ബലിയായിടം നാഥാ ബലമാകുക, എന്റെ ബലിവേദിയിൽ എന്നും ഫലമേകുക. ബലിയായിടം നാഥാ ബലമാകുക, എന്റെ ബലിവേദിയിൽ എന്നും ഫലമേകുക.
പ്രായത്തിൻ കൗശലവും പ്രിയത്തിൻ കൗതുകവും പിൻവിളിയായെന്നുള്ളിൽ പിടഞ്ഞ നേരം, സഹയാത്രികരേറെ ഈ മരുഭൂമി യാത്ര തൻ സഹനത്തീയിൽ വീണെരിഞ്ഞ നേരം, വെയിലിൽ മഴമേഘത്തൂൺ നിഴലായി നീ എൻ്റെ വഴിയിൽ ചെങ്കടലലയുടെ ഗതി മാറ്റി നീ, വാഗ്ദത്ത ഭൂമിയാമൾത്താരയിൽ നിന്റെ ബലിവസ്തുവായെന്നെ നീ ഒരുക്കി, നിത്യബലിയർപ്പകനായെന്നെ നീ ഉയർത്തി. ബലിയായിടം നാഥാ ബലമാകുക, എന്റെ ബലിവേദിയിൽ എന്നും ഫലമേകുക. ബലിയായിടം നാഥാ ബലമാകുക, എന്റെ ബലിവേദിയിൽ എന്നും ഫലമേകുക. അറിവിൻ്റെ വഴികളിൽ നിറവിൻ്റെ മൊഴിയായി നീ മരുവിൽ ഗുരുമിഴി ദീപമായി തെളിഞ്ഞു, ശത്രു സൈന്യങ്ങൾ തൻ പാളയത്തിൽ പോലും കർത്താവിൻ ശക്തിയിൽ ഞാൻ നിറഞ്ഞു, നാവിൽ തിരുവചനം മധുനീർധാരയായി, ഹൃത്തിൽ അഭിഷേകം വിൺതീ നാളമായി, വാഗ്ദത്ത ഭൂമിയാമൾത്താരയിൽ നിന്റെ മാംസരക്തങ്ങൾ നീ മന്നയാക്കി, മണ്ണിൽ ഈ മർത്യ ജീവിതം ധന്യമാക്കി. ഇസ്രേലിൻ രാജാവേ നസ്രായനീശോ, ഇതാ ഞാൻ ഒരുങ്ങി നിൽപ്പൂ, അഭിഷേക നിറവിൽ തിരുവൾത്താരയിൽ നിന്റെ പെസഹായിൽ അലിയുവാൻ കൊതിച്ചു നിൽപ്പൂ. ഇസ്രേലിൻ രാജാവേ നസ്രായനീശോ, ഇതാ ഞാൻ ഒരുങ്ങി നിൽപ്പൂ.